വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൃഹദർശനം എത്ര വിധം എന്നതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സാധാരണ ഗ്രഹങ്ങൾക്ക് 4 വിധത്തിലാണ് ദർശനം വരുന്നത്. കിഴക്ക്, വടക്ക്, തെക്ക്, പടിഞ്ഞാറ് എന്നീ ദിക്കുകളിലാണ് സാധാരണ ദർശനം വരുന്നത്. ഇവയിൽ ഏതെങ്കിലും ഒരു ദിക്കിൽ ദർശനമായി വരുന്ന ഒറ്റ ഗ്രഹങ്ങൾക്ക് ശാല എന്ന് പറയുന്നു. സുക്ഷേത്രം കിഴക്കോട്ട് ദർശനമായി വരുന്ന ഒരു ഗ്രഹത്തിൻ്റെ വടക്കുഭാഗത്തെ അഗ്രഭാഗത്തു നിന്നും തെക്ക് ഭാഗത്തെ അഗ്രഭാഗത്തു നിന്നും ഓരോ നീട്ട് കിഴക്കോട്ട് എടുത്ത് കിട്ടുന്ന 3 ഭാഗമുള്ള വീടിനെ സുക്ഷേത്രം എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള ഗ്രഹത്തിൽ താമസിച്ചാൽ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും കൈവരും. ചുള്ളി തെക്കോട്ട് ദർശനമായി വരുന്ന ഒരു ഗ്രഹത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ അഗ്രഭാഗത്തു നിന്നും കിഴക്കു ഭാഗത്തെ അഗ്രഭാഗത്തു നിന്നും ഓരോ നീട്ട് തെക്കോട്ട് എടുത്താൽ കിട്ടുന്ന 3 ഭാഗങ്ങളുള്ള വീടിന് ചുള്ളി എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള ഗ്രഹത്തിൽ വസിച്ചാൽ ശത്രുവർധന, ധനനാശം, സന്താനങ്ങൾക്ക് അരിഷ്ടത, പുത്രനാശം എന്നിവ ഉണ്ടാകാൻ ഇടവരും. ധ്വംസം പടിഞ്ഞാറ് ദർശനമായി വരുന്ന ഒരു ഗ്രഹത്തിൻ്റെ വടക്ക് ഭാഗത്തു നിന്നും തെക്ക് ഭാഗത്തു നിന്നും ഓരോ നീട്ടുകൾ പടിഞ്ഞാറോട്ട് എടുത്താൽ കിട്ടുന്ന 3 ഭാഗങ്ങളുള്ള വീടിനെ ധ്വംസം എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള ഗ്രഹത്തിൽ വസിച്ചാൽ കാര്യവിഘ്നം, പുത്രനാശം, ശത്രുപീഡ എന്നിവ ഉണ്ടാകും. ഹിരണ്യനാഭി വടക്കു ദിക്കിൽ ദർശനമായി വരുന്ന ഒരു ഗ്രഹത്തിൻ്റെ കിഴക്ക് ഭാഗത്തെ അഗ്രഭാഗത്തു നിന്നും പടിഞ്ഞാറ് ഭാഗത്തെ അഗ്രഭാഗത്തു നിന്നും വടക്കോട്ടായി ഓരോ നീട്ടുകൾ എടുത്താൽ കിട്ടുന്ന 3 ഭാഗങ്ങളുള്ള വീടിനെ ഹിരണ്യനാഭി എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള ഗ്രഹത്തിൽ വസിച്ചാൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും. അടുത്തതായി കാജം. തെക്ക് ദിക്കിലും വടക്കു ദിക്കിലുമായി നിലകൊള്ളുന്ന ഒറ്റ ഗ്രഹത്തെ ഒരു പാതി കൊണ്ട് ബന്ധിപ്പിച്ചാൽ കിട്ടുന്ന ഗ്രഹത്തിന് കാജം എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള ഗ്രഹത്തിൽ വസിച്ചാൽ എല്ലായ്പ്പോഴും ആ ഗ്രഹത്തിൽ കലഹം ഉണ്ടാകും. സിദ്ധാർത്ഥകം കിഴക്കു ദിക്കിലും പടിഞ്ഞാറ് ദിക്കിലുമായി നിലകൊള്ളുന്ന കിഴക്കിനെയും പടിഞ്ഞാറേറ്റിനെയും പാത്തി കൊണ്ട് ബന്ധിപ്പിച്ചാൽ കിട്ടുന്ന ഗ്രഹത്തിന് സിദ്ധാർത്ഥകം എന്ന് പറയുന്നു. ഇപ്രകാരമുള്ള ഗ്രഹത്തിൽ വസിച്ചാൽ ധനലാഭവും ഐശ്വര്യസമൃദ്ധിയും ഉണ്ടാകും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.